ഞങ്ങളോട് പഠിപ്പിക്കുന്നത് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹബ്ബല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു എന്താ? ഏതെങ്കിലും ഒരു മനുഷ്യനോട്, ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയോടുള്ള ബന്ധമല്ല ഈ നിൽക്കുന്ന വിശ്വാസികൾക്ക്. ഇന്തോനേഷ്യ മുതൽ മൊറോക്കോ വരെ നീണ്ടു കിടക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ താമസിക്കുന്ന കോടാനുകോടിയിലധികം വരുന്ന കോടാനുകോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് മഹാനായ പ്രവാചകൻ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം ഭാര്യമാരോടുള്ള ബന്ധം പോലല്ല, മക്കളോടുള്ള ബന്ധം പോലല്ല, മാതാപിതാക്കളോടുള്ള ബന്ധം പോലല്ല, രാഷ്ട്രീയ മേലാളന്മാരോടുള്ള ബന്ധം പോലല്ല. പിന്നെയോ ആ ബന്ധം വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും ആരെങ്കിലും യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ, പ്രവാചകനെയും അല്ലാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, അങ്ങനെ അധിക്ഷേപിക്കുന്ന ജനവിഭാഗത്തോട് സന്ധിയാകാൻ ഒരിക്കലും വിശ്വാസികളെ കൊണ്ട് കഴിയില്ല. ആ അധിക്ഷേപിക്കുന്നത് ന്യൂമാൻ കോളേജിലെ നക്കാപ്പിച്ച വാങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നാണംകെട്ട മൂന്നാംകിട എംബോക്കി പ്രൊഫസറായാലും, അതല്ല ഏതെങ്കിലും പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിൽ കൊണ്ട് നടന്നിട്ട് പുസ്തകം വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് കാശ് വാങ്ങി അരി വാങ്ങി കഴിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കേണ്ട ഗതികേട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ലോഹധാരിയായ പാസ്റ്ററല്ല, ആരായാലും ശരി. എന്ന് മാത്രമല്ല, ആക്ഷേപിക്കുന്നത് അവരുടെ സ്വന്തം പിതാക്കന്മാരായാലും, പാസ്റ്ററായാലും മാത്രമല്ല, ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായാൽ മാത്രമല്ല, പ്രവാചകനെ ആക്ഷേപിക്കുന്നത് സ്വന്തം പിതാക്കന്മാരായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് സന്ധിയാകാൻ വിശ്വാസികൾക്ക് കഴിയില്ല. ഇത് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ സന്ധിയാകാതെ ഏത് ഘട്ടത്തിലാണിതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തിരുമുമ്പില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൊട്ടു മുമ്പിൽ അബൂ ഉബൈദ ഇരിക്കുമ്പോൾ, അബൂ ഉബൈദയുടെ പിതാവ് ബിലാൽ വീരനായ വിജിഗീഷുവായ യുദ്ധവീരനായ യുദ്ധതന്ത്രജ്ഞനായ പിതാവ് വന്ന് വെല്ലുവിളിക്കുകയാണ് മഹാനായ പ്രവാചകനെ. ചരിത്രം പറഞ്ഞെടുക്കാൻ സമയമില്ല, ചുരുക്കുകയാ ഞാൻ. അങ്ങനെ മഹാനായ പ്രവാചകനെ വെല്ലുവിളിക്കുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകനെ വെല്ലുവിളിച്ചിട്ട്, മുഹമ്മദേ നിന്റെ കൂടെ ആണത്തമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, എന്റെ കൂടെ ഒന്ന് പോരാടാൻ വരട്ടെ എന്ന് വെല്ലുവിളിക്കുമ്പോൾ അബൂ ഉബൈദ പ്രവാചകനോട് ചോദിക്കുന്നു, ഞാൻ പോകട്ടെയോ നബിയെ? എന്റെ ഉപ്പാണ്, എന്റെ പിതാവാണ്, എന്റെ അത്താണ്, എന്റെ അച്ഛനാണ് ആ വെല്ലുവിളിക്കുന്നത്, ഞാൻ പോകട്ടെയോ നബിയെ? ഞാൻ പോയി നേരിടട്ടെയോ? പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അത് നിന്റെ പിതാവാണ്, നീ പോകണ്ട, അവിടെ ഇരിക്കുക. രണ്ടാമത് വീണ്ടും പിതാവ് വെല്ലുവിളിച്ചു. അപ്പോഴും മകൻ ചോദിച്ചു, പോകട്ടെയോ? ഇല്ല, നീ എവിടെ ഇരിക്കുക, പോകണ്ട, നിന്റെ പിതാവാണ്, അവൻ പറഞ്ഞിട്ട് പൊക്കോട്ടെ. പക്ഷേ മൂന്നാമത് പ്രവാചകന്റെ പേരും അവിടുത്തെ കുടുംബ പേരും ചേർത്തുകൊണ്ട് ആക്ഷേപിച്ചു. ആരും ആണത്തമുള്ളവരിന്റെ കൂട്ടത്തിലില്ലേ എന്നോട് നേരിടാനെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പ്രവാചകന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അബൂ ഉബൈദത്തുൽ ജറാഹ് അതാ ചാടിയിറങ്ങുകയാണ് രണാങ്കണത്തിലേക്ക്, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിലേക്ക്. പിതാവിന്റെ മുന്നിലേക്ക് വാളെടുത്തുകൊണ്ടിറങ്ങി തന്നെ വാള് പിടിക്കാൻ പഠിപ്പിച്ച, തന്നെ പരിചരിക്കാൻ പഠിപ്പിച്ച, തന്നെ ചുവട് വെക്കാൻ പഠിപ്പിച്ച, യുദ്ധത്തിന്റെ ഓരോ ചലനങ്ങൾ തന്നെ പഠിപ്പിച്ച, പോരാട്ടത്തിന്റെ വീര്യം തനിക്ക് പകർന്നു തന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അതാ അതിശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് മകൻ. നീണ്ടു നിൽക്കുന്ന പോരാട്ടം, മകനും പിതാവും തമ്മിൽ ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം നടന്നിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ വാളുകൾ കൂട്ടിമുട്ടുമ്പോൾ, വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ചിൽച്ചിൽ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ, തീപ്പൊരികൾ പറക്കുമ്പോൾ, സഹാബാക്കൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ, അന്തരീക്ഷത്തിലൂടെ ഏതാനും മിനിറ്റുകൾ നീണ്ട പോരാട്ടത്തിന്റെ ഒടുവിൽ ഒരു തലാന്തരീക്ഷത്തിലൂടെ ഫുട്ബോൾ പോലെ പറക്കുകയാണ്. ഫുട്ബോൾ പോലെ പറന്നു പോകുന്ന തല ആരുടേതായിരുന്നു? അബൂ ഉബൈദയുടെ പിതാവിന്റെ തലയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിച്ച പിതാവിന്റെ തല പറന്നു പോയിട്ട്, വെട്ടിയ തല പറന്നു പോയിട്ടും അബൂ ഉബൈദ കൊണ്ട് മതിയാക്കിയില്ല. വാളുണ്ട് എന്ന് കടച്ചുകൊണ്ടിരിക്കുന്ന